ബാക്ക് ടു സിനിമ വ്ളോഗ്സിന്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇപ്പൊ അരിസനയുടെ ഇൻട്രോ കേട്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുണ്ട്? ഒരു കുറച്ച് പക്കതയൊക്കെ വന്ന പോലെ തോന്നുന്നുണ്ട് അല്ലെ? അല്ലെങ്കിൽ കുറച്ച് സൗണ്ട് ഒക്കെ എടുത്ത് ഭയങ്കര എന്താ പറയുന്നത്, ഒരു ഇച്ചിരി രീതിയിലൊക്കെ ഞാൻ നിന്ന് അലയ്ക്കുന്ന മാതിരിയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ശകലം കൂടെ ഇച്ചിരി കൂടെ അറിയാം, ഇച്ചിരി കൂടെ പക്കതയായിട്ടുള്ള തോന്നുന്നുണ്ട് കേട്ടോ. ഇനി ഒത്തിരി നാളായില്ലേ കണ്ടിട്ട്, എല്ലാവരോടും പറഞ്ഞോ സമാധാനം, എല്ലാവരും ഓർക്കും ഇതെന്താ ചിന്തയുടെ ചാനലിനകത്ത് ഇപ്പൊ അനുസരിച്ച് ഇല്ലാത്ത എക്സാം ഒക്കെ ആയതുകൊണ്ട്, പിന്നെ എക്സാം ഉണ്ട്, NCC അങ്ങനെ കുറെ NCC ആയതുകൊണ്ട് NCC തിങ്കളും ചൊവ്വയുണ്ട്. അപ്പൊ പരേഡ് ഉള്ളതുകൊണ്ട് കുറെ ക്ലാസ് ഒക്കെ പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ നോട്ടും പിന്നെ ഇപ്പം ക്രിസ്മസ് എക്സാം ഒക്കെ വന്നല്ലോ, അപ്പൊ അതിന്റെ ഒക്കെ ഇതുകൊണ്ടാണ് വരാഞ്ഞത്. പിന്നെ മുതിർന്ന ക്ലാസ്സിലോട്ട് പോയില്ലേ അല്ലേ? അതെ, ഹൈസ്കൂൾ ആയില്ലേ, ഇനി ഓൾ പാസ് ഒന്നും ഇല്ല. അതെ, ഇനി പഠിച്ചാലേ ഉള്ളൂ. അതിനൊരു 8 തൊട്ട് നന്നായിട്ട് പഠിക്കണം. പഠിച്ചു കഴിയുമ്പോൾ 10-ലൊക്കെ നല്ല കൂളായിട്ട് എക്സാം ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരു കുഴപ്പമില്ലല്ലോ. ഒരുത്തി അനുസര വന്നതിന്റെ വ്യത്യാസം ഞാൻ കാണിച്ചു തരട്ടെ. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസമൊക്കെ കയറി വന്ന കല്യാണിക്കുട്ടിയാണോ ഇത്? നോക്കിക്കേ, പാവക്കുട്ടി മാതിരി ഒരുക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട് കേട്ടോ, അല്ലേ? എല്ലാവർക്കും ഒരു ഹായ് പറ, ഹായ് പറ, ഹായ് പറ. ഈ ഇത്ര നേരം ഞാൻ ഡാൻസ് കളിക്കാൻ മുഖത്ത് കളിക്കാൻ വന്നിരിക്കുകയാണ്. ആനിക്കുട്ടിന് എല്ലാവർക്കും ഒരു ഹായ് പറയടാ. ഹായ്, ഹാപ്പി ക്രിസ്മസ് അഡ്വാൻസ്ഡ് പറ. ഹാപ്പി ക്രിസ്മസ് അഡ്വാൻസ്ഡ്. അവൻ ഇച്ചിരി ഇങ്ങനെ പറയുന്നതിനകത്തൊരു ചിലപ്പോ എനിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായി വരുന്നുള്ളൂ. ഇപ്പൊ നീ പോകുന്നില്ലേടാ തിരുവണ്ണ? ആണോ? ആണോ? അച്ഛൻ കൊണ്ടുപോകത്തില്ലെന്ന് കാറെ. നിന്നെ അച്ഛൻ കൊണ്ടുപോകാത്തതല്ല, അവള് അനുസര വന്ന് നല്ല മുടിയൊക്കെ കെട്ടി സുന്ദരി കുട്ടിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ഇവര് കുട്ടിപ്പട്ടാളങ്ങളെല്ലാം കൂടെ അടങ്ങിയ ഒരു വീഡിയോ ആയിരിക്കും ഇന്ന്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം, ഇവരെ എല്ലാവരും കൂടെ കാണാനായിട്ട്. അനുസരേനെ പ്രത്യേകിച്ച് ഇടയ്ക്കിടയ്ക്ക് അതിനെ കല്യാണിനെ ഞാൻ കാണിക്കുന്നുണ്ട്. അതെ, അപ്പൊ അനുസരയും കൂടെ ഒക്കെ ഉള്ള നല്ലൊരു ഹാപ്പി വീഡിയോ ആയിരിക്കും. അപ്പൊ ആരും മിസ് ചെയ്യാണ്ട് കൂടി പോയിക്കണ്ട കേട്ടോ. മിനിങ്ങാന്ന് തുടങ്ങിയ മഴയാണ് കേട്ടോ. മിനിങ്ങാന്ന് ഫുള്ളിങ്ങനെ ചാറി നിന്നേ. അത് പിന്നെ വൃശ്ചികച്ചാനല്ലേ പോണൊക്കെ ഇങ്ങനെ നിന്നു. ഇന്നലെ രാത്രി തുടങ്ങി തകർത്ത് പെയ്യാൻ തുടങ്ങിയിട്ട് ഇത് ഇങ്ങനെ തന്നെ നിൽക്കും. രാത്രി നല്ല മഴയായിരുന്നു, ഭയങ്കര മഴയായിരുന്നു. അതിൽ പുറകിലോട്ടൊക്കെ വെള്ളം വീഴുന്നതൊക്കെ ഭയങ്കര സൗണ്ടായിരുന്നേ. ഞാൻ രാത്രി 2-3 പ്രാവശ്യം കണ്ണു തുറന്നപ്പോഴൊക്കെ അതേ പുറക്കായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് നേരം വെളുത്തിട്ട് ഇങ്ങനെ തന്നെ നിൽക്കും. ഒരു തുള്ളി തുറന്നിട്ടില്ല, മുറ്റത്തോട്ടൊന്നും ഇറങ്ങാനോ ഒന്നും പറ്റത്തില്ല. എൻ്റെ തമ്പുരാനേ മതി. ഇന്ന് തൃക്കാർത്തിക കുമാരനെല്ലൂർ അമ്പലത്തിലും എല്ലായിടത്തും ചക്രത്തുകാവിലും ഒക്കെ വിശേഷം ഇന്നാന്നാണ് എനിക്ക് തോന്നുന്നത്. തൃക്കാർത്തിക നമ്മുടെ ഇവിടെ കാക്കത്തോട്ടി ഒരു ദേവീക്ഷേത്രമുണ്ട്, അവിടെയുണ്ട്. പിന്നെ നരിയമ്പാറയുണ്ട്. അവിടെയൊക്കെ എങ്ങനെ നരിയമ്പാറിലൊക്കെ എന്നെ എന്നറിയത്തില്ല. കോട്ടയത്ത് നിന്ന് ഇപ്പോൾ ചേച്ചി 2-3 ദിവസം മുമ്പേ വിളിച്ചിട്ട് പറഞ്ഞ അടി പാടി നല്ല അടിപൊളിയാ, ചിപ്പിമോളും കൊണ്ട് പാടി എന്ന് പറഞ്ഞു. പക്ഷെ പോകാനൊക്കെ മനസ്സിൽ കരുതി പറ്റിയില്ല. പക്ഷെ ഇന്ന് രാവിലെ ഉഷേച്ചി വിളിച്ചു, നീ വരുന്നുണ്ടോ, ഞങ്ങൾ 2 മണിക്ക് പോകുന്നുണ്ട്, വരുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. ഈ മഴയത്ത് എങ്ങനെ ഞാൻ പോകും? അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി ഭയങ്കര മഴയാണ് ചേച്ചിന്ന്. വന്നാൽ വീഡിയോയും ആകും, അതെല്ലാം ഭയങ്കര അനുഗ്രഹമല്ലേ വന്ന് കാണാൻ പറ്റുന്നത്. ഉഷേച്ചി ഇപ്പോൾ 13 വർഷം ആവും കേട്ടോ. ഇന്നും കൂടെ ആകുമ്പോൾ മുട്ടങ്ങാതെ 13 വർഷം പോകാൻ പറ്റിയെന്ന് ഒരു വലിയ ഭാഗ്യമല്ലേ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ പറഞ്ഞായിരുന്നു എന്നെ വിളിച്ചേക്കണേന്ന്. അതുകൊണ്ട് രാവിലെ തന്നെ വിളിച്ചു, വരുന്നെങ്കിൽ വാന്നും പറഞ്ഞു. മാളൂട്ടി വിളിച്ചു, വാ കുഞ്ഞമ്മ, മഴ സാരമില്ല, ബസ്സൊക്കെ ഇറങ്ങി വാ, എന്നിട്ട് നമുക്ക് പോകാം. പിന്നെ അബിക്കുട്ടന് പരീക്ഷയുണ്ട്, 2 മണിയൊക്കെ ആകുമ്പോൾ എടുത്തേനും നമുക്ക് പോകാം. അവൻ 12:30-1 മണിയാകുമ്പോൾ വരും അബി. അത് കഴിയുമ്പോൾ 2 മണിയാകുമ്പോഴത്തേനും നമുക്ക് പോകാം വാ എന്നും പറഞ്ഞ് വിളിച്ച്. ഈ മഴയത്ത് ഞാൻ എങ്ങനെ പോകാനാണ്? ഇത് കണ്ടോ, എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് പോകാൻ പറ്റാത്തതിൽ. ഇപ്പോഴാണ് ഞാൻ സമയം 2 മണിയായി കേട്ടോ. ഇപ്പോഴാണ് ഞാൻ കഥവും തുറന്നും പുറത്തോട്ട് ഇച്ചിരി നേരം ഇറങ്ങിയത്. എന്നാന്നോ, കിങ്ങിണിമോള് വീഡിയോ കോൾ വിളിച്ചിട്ട് സ്റ്റാർ കാണിച്ചേ, ഇത് കാണിച്ചേ, കിശുമശ കാണിച്ചേ, ട്രീ കാണിച്ചേ, കിശുമശ കാണിച്ചേ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അവളെ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് അവൾ ഇങ്ങോട്ട് വിളിച്ചതാ. ഇപ്പോൾ കോള് വിളിക്കാനൊക്കെ പഠിച്ചു. അതുകൊണ്ട് ഇരിക്കുന്ന ഇരിപ്പി വിളിച്ചിട്ട് പറയും, പാപ്പു എൻ്റെ ഐസ്ക്രീം മേടിച്ചോ, കല്യാണി എന്തിയേ, ഞാൻ വരാം, നാളെ വരാം എന്ന് പറയും. എന്നും നാളെ വരാം തൊട്ട് നമ്മളിവിടെ നോക്കിയിരുന്ന് മടുത്ത്. ഇന്ന് നല്ലൊരു പൊട്ടറ്റോ കുറുമ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അത്രയും സാധനം ശകല എണ്ണ ഒഴിച്ച് കടുകിട്ട് ഇച്ചിരി ഉഴുന്നും ഇട്ട് മൂത്ത് കഴിഞ്ഞപ്പം വഴറ്റുവാണ് കേട്ടോ. കിഴങ്ങ് ആഹാ, ഒരു വിശിഷ്ട അതിഥിയെ കാണിക്കാൻ കുറേ കാലമായി കണ്ടിട്ടല്ലേ. കിങ്ങിണിന്നാണല്ലോ വായി വന്നത് കല്യാണിയുടെ.
ഓ കൊറേ കാലമായില്ലേ കണ്ടിട്ട്. ഓ സുന്ദരിയായിട്ടുണ്ടല്ലേ. എന്നെ കൊണ്ടൊരു വിശേഷം ആണോ? അവളിപ്പം വന്നതാ കേട്ടോ, താഴെ ഇപ്പം വന്നിട്ട് ഇങ്ങനെ കയറി വന്നതാ. പുൽക്കൂടൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കണ്ടോ. കഴിഞ്ഞാശം പുൽക്കൂട് റെഡിയാക്കാൻ അനുസരിച്ച് ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഇല്ലാച്ചോണ്ട് ഞാനും സുരിപ്പപ്പ ലീവ് എടുത്തിട്ട് ഞങ്ങൾ ചെയ്ത്. നല്ലാണോ? ആണോ? ആണോ? കാപ്പി കുടിച്ചോ? എന്നായിരുന്നു? ദോശയോ? ഞാൻ ഉണ്ടാക്കുന്നേ ഉള്ളൂ. ഞാൻ ഇന്ന് ഇച്ചിരി ലേറ്റായി പോയി. എന്നാന്നോ ഒരു സുഖമില്ലായിരുന്നു ശരീരത്തിനൊക്കെ. അപ്പം ഞാൻ പിന്നെ ഇച്ചിരി ലേറ്റായിപ്പോയി. പിന്നെ ഞാൻ ഓർത്തെന്നാൽ കിഴങ്ങ് അപ്പത്തിൻ്റെ മാവ് അരച്ച് ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ഓർത്തെന്നാൽ കിഴങ്ങ് വെച്ചൊരു കറി ഉണ്ടാക്കാം. കിഴങ്ങ് വെച്ചൊരു കുറുമ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വെളിച്ചെണ്ണ കട്ട പിടിച്ചിരിക്കുക. ഇച്ചിരി വെളിച്ചെണ്ണ കൂടെ വേണം. അപ്പം നേരെ ഓരോ ആവശ്യത്തിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിഴങ്ങൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഉള്ളിയും സവോളയും ഇതെല്ലാം വഴറ്റി ഇനി ഞാൻ അതിനകത്തോട്ട് ഒരു ഇച്ചിരി തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കും. നിങ്ങളൊക്കെ ചെയ്യുന്നതാണെന്ന് തിരുത്ത്. എൻ്റെ ഉടായ്പ് കറിയാണ് കേട്ടോ. ഉടായ്പ് പിന്നെ കിഴങ്ങ് കുറുമ. ഇഞ്ചി ചേർക്കാം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിവേ. ഇഞ്ചി ചേർത്താ വയറ്റാനൊന്നും അധികം ഉണ്ടാകത്തില്ല. നല്ലതാ ഗ്യാസിനും ഒക്കെ അല്ലേ. കല്യാണി ഉണ്ടാക്കണ്ടെങ്കിൽ മുഴിപ്പിച്ച് ഇവിടെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. തലിമൂളി പോലും ഈരിയിട്ടില്ല അല്ലേ. രാവിലെ വന്ന് പിണങ്ങി കിടക്കുമായിരുന്നു. അവളുടെ മല്ലിയില കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇതുവരെ പല്ലുവെല്ലാം തേച്ചിട്ടില്ലേ? കുളിച്ച് കൂട്ടപ്പയായിട്ട് വാടി. ഇവിടെ നമുക്ക് കൂട്ടുണ്ടല്ലേടാ. ഈയുടെ ഒരു ദിവസം വന്നേ രാവിലെ പല്ല് തേച്ചിട്ടില്ലേ. ഞാൻ നീ പല്ല് തേച്ചില്ലേടി? പല്ല് തേച്ചു. ഇങ്ങോട്ട് പല്ല് തേച്ചോ നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേന് ഇല്ല ഞാൻ പല്ല് തേച്ചിട്ട് എന്നാ പോയി പല്ലൊക്കെ തേച്ച് മോഹം കഴിട്ട് നല്ല സുന്ദരിയായിട്ട് വാ. ചെല്ലേ ഓടിച്ചല്ലേ. ആ ചവിട്ടിയെ കൂടെ പതി ഇറങ്ങി പോണം. ചവിട്ടിയെ ചവിട്ടല്ലേ. ചവിട്ടി ഭയങ്കര തെറ്റല്ലാന്ന് ഇപ്പം മേടിച്ചിരിക്കുന്ന ചവിട്ടി. ആണോ? മഴക്കാലം കൂടെ ആയോണ്ട് ടൈലൊക്കെ നല്ല തണുത്ത് കിടക്കുമല്ലേ. സിന്തോമ്മയൊക്കെ നടക്കുമ്പോ സൂക്ഷിച്ചോ. ഞാൻ വന്നു കല്യാണം കയറി വന്നാ പറഞ്ഞു. ചേട്ടായി രാത്രി വന്നപ്പോഴേ പറഞ്ഞു. അപ്പൊ ഞാൻ അതിനകത്തൊരു ശാല ഉപ്പൊടി ഇട്ട് കൊടുത്തു, മല്ലിപ്പൊടി ഇട്ടു, അല്ല മല്ലിയില ഇട്ട് കൊടുത്തു. ഇനി ആ കിഴങ്ങ് അങ്ങോട്ട് കൊടുക്കും. കറിവേപ്പില ഇട്ട് കൊടുക്കും. ഞാൻ പറഞ്ഞില്ലേ എന്റെ ഉടായ്പ കറിയാണ്. ഉടായ്പ കറിയാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും. സിന്തോമ്മയുടെ കൈപ്പുണ്യം. അയ്യോ ദൈവമേ ഒന്നും പറയണ്ടല്ലേ. നമ്മുടെ മാസ്റ്റർ ഷെഫാ. എന്റെ ദൈവമേ ആണോ കാര്യ. ഇപ്പൊ മാസ്റ്റർ ഷെഫ് ഒന്നും ഉണ്ടാക്കി തരുന്നില്ല. കുറെ ആയിട്ട് ഒന്നും ഉണ്ടാക്കുന്നുമില്ല. ഞങ്ങളിപ്പോ എല്ലാം സിന്തോമ്മ വെളുത്ത് കേട്ടോ. ആണോ? എപ്പോഴും ഞാൻ ഉഴുന്നുവട എല്ലാം വട ഉണ്ടാക്കി തരികയായിരുന്നു. ഉണ്ണിയപ്പോ ഇപ്പൊ ഒന്നും ഉണ്ടാക്കുന്നില്ല മോനെ. സിന്തോമ്മ ഇപ്പൊ മടിച്ചേ. അത് തന്നെയല്ല സിന്തോമ്മ ഉണ്ടാക്കി കഴിഞ്ഞാൽ സിന്തോമ്മയും കഴിക്കും. എന്നാലും പൊണ്ണത്തടി കൂടും. അതുകൊണ്ട് വേണമെന്നില്ല. ഇച്ചിരി കൂടെ തിളച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. ഇതിന് പകരം തേങ്ങാപ്പാൽ വേണ്ടവർക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഈ കറി മൊത്തം ഞാൻ തന്നെ തിന്ന് തീർക്കേണ്ടി വരും. ചേട്ടായി കാപ്പി കുടിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ തേങ്ങാപ്പാലും വെളിച്ചെണ്ണയൊക്കെ ഇച്ചിരി കുറച്ച് ചേർക്കുന്നത്. എന്നു വെച്ചാൽ കൊളസ്ട്രോളൊക്കെ കുഴപ്പമില്ലല്ലോ. നമുക്ക് തന്നെ ആകുമ്പം വേണമെങ്കിലൊന്ന് ഉടച്ച് ഇത് ഇച്ചിരി ചെറുതായിട്ടൊന്ന് ഉടയ്ക്കാം. അല്ല ഉടച്ചിട്ടും കുഴപ്പമില്ല. എന്നിട്ട് ഒരു കുറച്ച് മല്ലിയില കൊണ്ട് കൊടുക്കും. നമ്മുടെ ഇവിടുത്തെ മല്ലിയിലയാണ് ഇത് കേട്ടോ എന്ന് പറയുന്നത്. ആ ലാന്ത്രാ മല്ലി എന്നൊക്കെ പറയുന്നത്. ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ മാറിപ്പോയി. എന്നിട്ട് ഇനി ഉപ്പുണ്ടോ എന്ന് നോക്കൂ. ഇച്ചിരി കൂടെ വേണം. വേണമെങ്കിൽ ഇച്ചിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക്. പിന്നെ മസാല ഗരം മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇച്ചിരി ഗരം മസാല ഇട്ട് കൊടുക്കാം. ഞാൻ ഗരം മസാല ഇട്ട് കൊടുക്കുന്നില്ല. ഇച്ചിരി ശകലം കൂടെ പെട്ടെന്ന് ഇതാകുന്നല്ലേ. ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തേക്കാം. ഞാനത് ഇച്ചിരി വെള്ളം ചാറുള്ളതല്ല, കിഴങ്ങല്ലേ. അപ്പം പെട്ടെന്ന് ഇതാവും. ഇനി ഒന്ന് തിളച്ച് കഴിയുമ്പം നമുക്ക് ഒരിച്ചിരി പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്ത് ഓഫാക്കിയാൽ മതി. നോക്കട്ടെ ഉപ്പേ. ഇച്ചിരി കൂടെ വെള്ളം ഒഴിക്കുമ്പോഴേ വെള്ളം ഒഴിക്കുമ്പോൾ ഉപ്പ് കുറഞ്ഞു വരും. കുറഞ്ഞു. ഇനി ഒരു ശകലം കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാൻ പോവാം. എനിക്ക് കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്കൊക്കെ ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ചിലർ പെരിഞ്ചീരകത്തിന്റെ പൊടി ചേർക്കും. കുരുമുളക് പൊടിയൊക്കെ ഇടുമ്പോഴത്തേക്ക് നമുക്ക് ചുമയൊക്കെ ഉണ്ടെങ്കിലും മാറും. ആണോ? ഈ കാലാവസ്ഥയാണ് എല്ലാവർക്കും. ഇന്നലെ മഴയായിട്ട് ഐസ്ക്രീം തിന്നതാണ്. അത് ശരി.
ഇന്ന് എക്സാം ആയതുകൊണ്ട് പെട്ടെന്ന് സ്കൂൾ ക്ലാസ് കഴിഞ്ഞു. അപ്പോഴത്തേക്കും ഞാനും കൂട്ടുകാരികളും കൂടെ പോയി. നല്ല മഴയായിരുന്നേ, മഴ നനഞ്ഞ് കുട ഉണ്ടായിരുന്നു, കുട എടുത്തില്ല. എന്നിട്ട് മഴ നനഞ്ഞ് പോയി ഐസ്ക്രീം മേടിച്ച് കഴിച്ചു. അപ്പൊ അടപ്പടച്ച് നോക്കിയതാ അത് അതിൻ്റെതാണോന്ന്. എന്നിട്ട് ഇനി ഞാൻ ഇച്ചിരി ശകലം പിടിച്ചല്ലോ പേരിനേക്ക് വേണ്ടി ഒഴിച്ചു കൊടുക്കുവേ. എന്നിട്ട് ഓഫാക്കി അടച്ചു വെക്കും പെട്ടെന്ന് തന്നെ. ഇത് ഇതിന്റെ അടപ്പല്ല, അതാ ഞാൻ അളവ് നോക്കിയത് കേട്ടോ. അത് ഇച്ചിരി കുഞ്ഞതാണ്, അതിന്റെ സെയിം തന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്. ഇപ്പൊ ആവി പോകാതിരിക്കണം വെളിച്ചെണ്ണ വെച്ച് കഴിഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോ എടുത്ത് കഴിക്കാം. ഓക്കെ. അപ്പം വന്ന് കയറിയപ്പോ മുതലുണ്ടല്ലോ ഓരോ കാര്യങ്ങളും നോക്കിട്ടെ ഇത് വന്ന് കയറുന്നേ പറഞ്ഞു. യു സിന്ധുമ്മ വെലിഞ്ഞു പോയി, പൊണ്ണത്തടി കൂടുവോ ചെയ്തേക്കുന്നത്, സിന്ധുമ്മ വെളുത്തു എന്നൊക്കെയായിരുന്നു ആരും കൂടെ പറയുന്നല്ലേ. ഓ സുന്ദരിയായി എൻ്റെ സിന്ധുമ്മ, സിന്ധുമ്മ വീണ്ടും നിറം വെച്ചു, അങ്ങനെ വെച്ചു ഇങ്ങനെ വെച്ചു എന്ന്. നമുക്ക് പിന്നെ അതൊക്കെ കേൾക്കാനൊരു സുഖമുള്ള കൊണ്ടൊക്കെ സിന്ധുവാണ് കലടാരിയ അല്ലേ. ഒന്നുകൂടെ പറയട്ടെ, നിനക്ക് തോന്നുന്നാടി എന്നൊക്കെ പറയല്ലേ നമ്മള്. അപ്പം വേണ്ട അന്നൊക്കെ അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് ക്രിസ്മസ് കൂട് അല്ല പുൽക്കൂട് ഒരുക്കിയതൊക്കെ അനുശനെ കല്യാണി ഞാനും ആരും കൂട്ടനും ഒക്കെ കൂടെ ആയിരുന്നു. ഈ പ്രാവശ്യം മഴ കാരണം ഞാനിവിടെ താത്തിട്ടിരിക്കുക കേട്ടോ. മഴ കാരണം ഞാൻ താത്തിട്ടിരിക്കുക. എന്നോ നനണ്ടാന്നേ ആണോ. നല്ല ലൈറ്റ് ടൈം നല്ല രാത്രിയില് ഓണാക്കണോ? അല്ല ഇരുട്ടായാലേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ മുട്ടയൊക്കെ വെച്ചു. എന്താ ഉണ്ണീശയെ മാത്രം വെച്ചില്ല. അത് സ്റ്റാറൊക്കെ വെച്ചു. അതൊക്കെ വെച്ചു. തൊട്ടേക്കല്ലേ തൊട്ടാ ചിലപ്പോ കണ്ടടിച്ചെങ്കിലോ കരണ്ടാ. അതെന്നാണോ അതിൽ ഇവിടെ ലൂസ് കണക്ഷൻ ആയിരിക്കും മോനെ. ശരിയാണല്ലോ, അത് കത്തിയിട്ടില്ലല്ലോ. അത് അതാ ഞാൻ പറഞ്ഞത്, അതാ ലൂസ് കണക്ഷൻ ഒക്കെ ഉണ്ട്. കൊച്ചു തൊടല്ലേ പൊട്ടു അല്ലേ. അടിപൊളിയായി അല്ലേ. ദൈവമേ, ക്രിസ്മസ് അപ്പൂപ്പനുണ്ട്, എല്ലാം ഉണ്ട്. ക്രിസ്മസ് അപ്പൂപ്പനുണ്ട്. എവിടെ പോട്ട് പോവാ, മണലൊക്കെ പറിക്കൊണ്ട് നിന്റെ അപ്പാപ്പൻ. ആണോ, അടിപൊളിയായോ? എന്താ ചെളിയൊന്നും പറ്റത്തില്ല, പക്ഷെ തൂക്കാൻ പറ്റിയിട്ടില്ല. ഇത് കണ്ടോ, മഴ കാരണം അപ്പടി ചപ്പും കുപ്പയും കിടക്കുക. അനശ്വരേ ഉറക്കം ശരിയായില്ല. ഇന്നലെ രാത്രി നീ അവിടെ പോയേക്കുമായിരുന്നു ഉറങ്ങാതെ. റീൽസിന്റെ പ്രാക്ടീസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ. നീ റീൽസ് കളിക്കുന്നില്ലേ? അതേണ്ട താരങ്ങൾ ഇവിടെ പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുക. നല്ലതാ നല്ല രസമുണ്ടോ കാണാനായിട്ട്. ഇടയ്ക്കത്തെ ഒരു ഇത് കൊടുക്കുമൊക്കെ നല്ല ഭംഗിയുണ്ട്. കല്യാണി ഡാൻസ് കളിക്കാൻ പോയി നിൽക്കണോ? എൻ്റെ അമ്മേ മതി. ഏത് ഡാൻസാണ് കളിക്കുന്നേ? പുട്ടെന്നോ ചപ്പാത്തിയെന്നോ പുട്ടെന്നോ അതെ. എൻ്റെ പാട്ടൊക്കെയാണോ എനിക്കറിയത്തില്ല. എൻ്റെ ദൈവമേ, അവള് നമ്മളെ വീഡിയോ എടുത്തോണ്ടിരിക്കും. പാട്ട് പാടേതേലും സ്കൂളിൽ പഠിപ്പിച്ച പാട്ട് ഞാൻ പറയും. ടിങ്കിൾ ടിങ്കിൾ പാടിയാലോ. Twinkle, twinkle, little star, how I wonder what you are, up above the world so high. എങ്ങനെയാണോ? എന്നാ പാട്. പിന്നെ അയ്യോ, എന്നാ ഞാൻ പഠിച്ച മാതിരി ആയിരിക്കും. മീൻചാർ ഒളിച്ചൊളിച്ചു വരുന്നതാണോ? അതോ സ്റ്റാറാണോ? അതോ മീൻചാറോ? എന്നാ സാധനോ? അത് എങ്ങനെ പാടുന്നുണ്ടോ? ഏതാ? ഓണം വന്നല്ലോ. ക്രിസ്മസിനാ ഓണം. നല്ലതാ മക്കളെ. അല്ല, നമ്മൾ ക്രിസ്മസിന്റെ പാട്ടാണ്. ഏതാ ക്രിസ്മസിന്റെ പാട്ട് പാടാ?
അവനെ പറ്റുന്നില്ല. നീ എന്നാ പാട്ട് പോലും അറിയത്തില്ലാത്ത പെണ്ണ്. കുറെ ഐഷാഡോയും കുറെ ലിപ്സ്റ്റിക്കും കുറെ ഹെയർ ബാൻഡും ഒക്കെ കുത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്, പക്ഷെ അറിയത്തില്ല. പാടുന്നുണ്ടോ? എന്നാ കിങ്ങിണി ഇങ്ങോട്ട് വരട്ടെ. അതെ, ഞങ്ങളുടെ കിങ്ങിണി നിന്നെക്കാളും നല്ലപോലെ പാട്ടൊക്കെ പാടും, അറിയൂ. കിങ്ങിണി വരുമ്പോ നമുക്ക് പറയാം ഇവള് പാടുന്നില്ല, നല്ല സൂപ്പർ പാട്ട് പാടും കിങ്ങിണി എന്ന് പറയും. അപ്പൊ കിങ്ങിണി ഇപ്പൊ ഇപ്പോഴും ഒരു പാട്ട് പാടിക്കൊണ്ട് നടക്കുന്നത്. ഏത് പാട്ടാന്നറിയോ? താമരക്കണ്ണൻ ഉറങ്ങ. അതും പാടിക്കൊണ്ട് നടക്കുന്നത്. നമുക്കൊന്ന് വിളിച്ചു നോക്കാം, ചിലപ്പോ ഉറങ്ങുവാണോ നടത്തില്ല. അപ്പം മാലയൊക്കെ പുതിയത് മേടിച്ചു, ചെയിനൊക്കെ എൻ്റെ സൈസ് തന്നെ മേടിച്ചു. എന്നിട്ട് സിന്ധമ്മയുടെ സൈസ് തന്നെ ചെയിനൊക്കെ മേടിച്ചെന്ന്. നല്ല അല്ല, പിന്നെ നമ്മൾ പൊളിയല്ലേ, നമ്മൾ അങ്ങനത്തെയൊക്കെ മേടിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. നമ്മൾ പൊളിയല്ലേ അല്ല കല്യാണി? ആ കൊച്ചിൻ്റെ ഉടുപ്പ വരെ ഉണ്ട് ചെയിൻ. ഓ പിന്നെ എന്നാ വേണം, കൊച്ചിൻ്റെ ഉടുപ്പ വരെ ഉണ്ട്. നമ്മളെ കിങ്ങിണിയെ വിളിച്ചിട്ട് കിങ്ങിണിയെ കണ്ടോ? ആരെയാ കണ്ടേ? കിങ്ങിണിയെ വിളിച്ചു, കിങ്ങിണിയെ വിളിച്ചപ്പോ അമ്മു ചേച്ചിനെ കണ്ടോ? അമ്മു ചേച്ചി വീട്ടിൽ ചെന്നിട്ട് വിളിക്കാന്ന്. ആ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ, ക്രിസ്മസിന് ചെലവ്. ക്രിസ്മസ് ആയോ അതിന്? ആണോ? അതിന് ക്രിസ്മസ് ആയോ? പിന്നെ 25-ാം തീയതി ക്രിസ്മസ് ആണോ? ആ എല്ലാ വീട്ടിലും കിച്ചുമച്ചൊക്കെ ഉണ്ട്. എന്നാ എനിക്കുള്ള ചെലവ് ഇന്ന് അനുസരിച്ച് ചേച്ചിക്ക് കൊച്ചു കൊടുത്തേക്കണം കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ക്രിസ്മസ് ഇല്ലേ? എന്നെ ഒരു ചിലവ് ചെയ്യേ ഒന്നുമില്ലേ, അവിടുന്ന് ഒരു കല്ലെടുത്ത് പൊഞ്ഞിട്ട് അവിടെ കൊടുക്കുക. വീട്ടിൽ ചെന്നിട്ട് പൊതി കഴിക്കാവുള്ളതെന്ന് പറഞ്ഞാൽ മതി അല്ലേ? ഇപ്രാവശ്യം നമ്മൾ അങ്ങനത്തെ ചിലവൊക്കെയാണ് ചെയ്തതെന്ന് പറയാം. ഞാനപ്പോൾ താഴോട്ട് ഇറങ്ങിപ്പോയി കേട്ടോ. എന്നോടേ ഇച്ചിരി കുറേ സമയം കൊണ്ട് അനുസരണമോള് പറയണേ, ആ സിനിമ വല്ല പ്രാങ്ക് വീഡിയോ ചെയ്യും. എത്ര നാളായി പ്രാങ്ക് വീഡിയോ ഒക്കെ ചെയ്തിട്ട് വല്ല പ്രാങ്ക് വീഡിയോ ചെയ്യുന്നേ. അപ്പം ഞാൻ പറഞ്ഞു എന്നാ പ്രാങ്ക് വീഡിയോ ചെയ്യാനാടി കൊച്ചേ, എനിക്കതൊന്നും അറിയത്തില്ല മോനെ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ബുദ്ധി വന്നു, ക്രിസ്മസൊക്കെ അല്ലേ, എന്തെങ്കിലും ഒരു കുട്ടി സമ്മാനമൊക്കെ കൊടുക്കാം. അപ്പം അതിനകത്തൊരു സംഭവം കൂടെ വെച്ച് കൊടുക്കാം അല്ലേ, വല്ല വഴിയും പിടിക്കോ അവരുടെ തല്ലിക്കൊല്ലുമോ എന്നറിയില്ല. എന്തായാലും നോക്കാം. അപ്പുറത്ത് പോയി പിന്നെ നമ്മുടെ ഓർമ്മ പോയി കേക്ക് ഉണ്ടോ എന്ന് നോക്കാം. കേക്ക് ഉണ്ടെങ്കിൽ ഒരു കേക്ക് മേടിച്ചുകൊണ്ട് വരാം. കേക്കിനകത്ത് നിന്നിട്ട് നമുക്കൊരു ചെറിയൊരു സംഭവം കൊണ്ട് വെച്ചങ്ങ് കൊടുക്കാം. എന്നാ വാ, പോയിട്ട് വരാം. വാ, ഏത് വരുമാവുമെന്ന് എനിക്കറിയത്തില്ല. ഇത് റബ്ബറാണെങ്കിൽ പോലും എനിക്ക് തൊടാൻ പേടിയാണ് കേട്ടോ, സത്യമായിട്ട് എനിക്ക് പേടിയാണ്. എന്നിട്ട് ഞാൻ ഇതിനകത്ത് ചേട്ടായി ചുരുട്ടിയെടുത്ത് അങ്ങേ അറ്റത്ത് വെച്ചേക്കുവാണ് കേട്ടോ. ഞാൻ എന്നിട്ട് ഇതും കൊണ്ട് ഒരു വിധത്തിൽ തോണ്ടിയെടുത്ത് ഒരു വിധത്തിൽ ഇത് ഇട്ടിട്ടുണ്ടേ. അപ്പോൾ കൈ കൊണ്ട് അഴിച്ചെടുക്കാനെന്ന് പറയുമ്പോൾ അവൾ പേടിച്ചെങ്കിലോ, അതുകൊണ്ട് നമുക്ക് ചുമ്മാ ഇങ്ങനെ ഇതിനകത്ത് പാക്ക് ചെയ്തിട്ട് ഗിഫ്റ്റാണെന്ന് പറഞ്ഞ് കൊടുക്കാം. നിനക്കുള്ള ഗിഫ്റ്റ് ഇതിനകത്തോട്ട് പൊട്ടിച്ചെടുത്തോളാൻ പറയാം. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ പേടിക്കുമായിരിക്കും, എന്തായാലും നമുക്ക് നോക്കാം. പക്ഷേ അവൾക്കുള്ള ഗിഫ്റ്റ് ഇതാണ് കേട്ടോ. ഇത് രണ്ടും അവൾക്കുള്ള ഗിഫ്റ്റാണ് കേട്ടോ, ഒറിജിനൽ ഗിഫ്റ്റ് അത്. പക്ഷേ ഇത് പ്രാങ്ക് ഗിഫ്റ്റ്. എന്തായാലും നമുക്ക് കൊടുത്തു നോക്കാം. ഇതൊന്ന് പൊതിഞ്ഞൊക്കെ എടുക്കട്ടെ. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ പണി അവൾ ചോദിച്ച് മേടിക്കുന്ന കേട്ടോ. നിങ്ങളാരും എന്നെ തന്നെയാക്കരുത് കേട്ടോ. ആ കൊച്ചു വല്ലപ്പോഴും സിന്ധമ്മ എടുത്തിട്ട് വരുന്ന അന്നേരം സിന്ധമ്മ ഇങ്ങനത്തെ മുട്ടൻ പണിയാണോ കൊടുക്കുന്നതെന്ന് ചോദിച്ച് എന്നെ വഴക്ക് ഉണ്ടാക്കിയേക്കരുത് പ്ലീസ്. എന്നെ വഴക്ക് പറഞ്ഞേക്കരുത്. ചുമ്മാ ഒന്ന് പറ്റിക്കാനായിട്ടുള്ള പരിപാടിയാണ്. പക്ഷെ പിന്നെ പേടിക്കുമോയെന്ന് എനിക്കറിയത്തില്ല. എനിക്കേ പേടിയാ. എന്നിട്ടാ നമുക്ക് നോക്കാം. ഇവിടെ ഒരു കയ്യും ഒരു മുഖത്തിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇന്ത്യന്നാണല്ലോ. ഈ ചേട്ടായാണ് കണ്ടൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ചിലപ്പോൾ ആ പൊക്കത്തിലൊക്കെ എടുത്തിട്ടേക്കും. അതുകൊണ്ട് കണ്ടില്ല. അതെങ്ങാനും കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അത് കഴിഞ്ഞ് തപ്പി ചെന്നപ്പോഴാണ് ഈ സാധനം കിടക്കുന്നുണ്ടേ. എന്നാൽ പിന്നെ ഇത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പേടിച്ച് പനിയൊന്നും പിടിക്കാതിരുന്നാൽ മതി. രഞ്ജു എന്നെ കൊല്ലുമോ എന്ന് അറിയത്തില്ല. എന്താണേലും നോക്കാം. അത് കഴിഞ്ഞിട്ട് വല്ല നല്ല സമ്മാനം കൊടുക്കുമ്പോഴത്തേക്കേ സങ്കടം മാറിക്കോളും. അറിയത്തില്ല, പേടിയുണ്ടോയെന്ന് അറിയത്തില്ല. ഇന്നാണ് നമ്മളൊരു ദിവസം ഒരു പാറ്റാനെ കൊണ്ട് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. പൊടിഞ്ഞൊക്കെ കൊടുക്കാം. ഇങ്ങനെ മതി. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള സമ്മാനം കാണുമ്പോൾ നമുക്ക് സന്തോഷമാവും. അതുകൊണ്ട് പിന്നെ നമുക്ക് സാരമില്ല അല്ലേ, പറ്റിക്കാം അല്ലേ. പറ്റിച്ചോ സിന്ധുമേ കൊച്ചു വല്ലപ്പോഴും സിന്ധുമ അടുത്തത് വരുന്നത്. അത് ഇല്ലാതാക്കരുതേ നിങ്ങൾ ഇത് കാണുമ്പോൾ പറയും, പിള്ളേരെ പിടിക്കാനായിട്ട് ഇങ്ങനത്തെ വിളച്ചിലെടുക്കരുതെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്.
അത് പറ്റിയൊരു എന്നാ പറയുന്നത് ചുമ്മാ ഒരു രസം ഒരു പറ്റിയില്ല അത്ര കൂടെ കേട്ടോ. ഇത് കവറൊക്കെ ഈ പേപ്പറൊക്കെ ഇല്ലായിരുന്നു ഇവിടെ, ഏതോ പഴയതിൻ്റെ ഇപ്പം ഈ ബോക്സ് എടുത്തപ്പോൾ ഇതിനകത്ത് കിടന്ന കേട്ടോ. അത് ഉപകാരമായി. പ്രാങ്ക് ചെയ്തിട്ടുണ്ടോമേ എന്നെങ്കിലുമൊക്കെ പ്രാങ്ക് ചെയ്തിട്ടുണ്ടോ നമ്മളെനിക്ക് സ്വയം തരികയെന്നുള്ളതാണ് കേട്ടോ. അപ്പം അപ്പന്നെ ഇരിക്കട്ടെ പണിയെന്ന് ഞാൻ വിചാരിച്ചു. കണ്ണടച്ചിട്ട് ബോക്സ് തുറക്കാവണം ഞാൻ പറയും, കൈ കൊണ്ട് എന്നിട്ട് എടുക്കാൻ പറയാം. അത് നോക്കാമേ. ഇനി വിളിക്കാം, വന്നിട്ട് വരട്ടെ, വന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സത്യം പറഞ്ഞാണല്ലോ, ഞാൻ അവൾക്ക് വേണ്ടിയിട്ടുള്ള പായ്ക്കൊക്കെ ചെയ്ത് വെച്ചപ്പോഴത്തേന് കല്യാണി വന്നിട്ട് ബെല്ലടിച്ചു. അത് ബെല്ലടിച്ചില്ല, സിന്ധുമേ തുറക്കുന്നു തോന്നുന്നു. അപ്പോൾ നിനക്ക് അവക്കുള്ള സമ്മാനമാണ്, അനുസരിക്കുള്ള സമ്മാനമാണ്. അവിടെ ഇരുന്നിട്ട് അനുസര പൊട്ടിച്ചോളൂ. മാറി നീയ് ഇരുന്നോ. അല്ല പാറ്റി ഇരുന്നത് അല്ല നീ ഇരുന്നോ, ഇനി പോട്ടെ ഇട്ടത്. നീ എന്താ പറഞ്ഞ സമ്മാനം വേണമെന്ന് ക്രിസ്മസിന് ചെലവ് ചെയ്യണമെന്ന്. ഇവിടെ ഇത് കണ്ണടച്ചിട്ട് പുതിയ എനിക്ക് കണ്ണടക്കണോ? കണ്ണൊക്കെ അങ്ങനെ അടയ്ക്കണം. അല്ല പുതിയ കഴിക്കുമ്പോൾ എന്താ അകത്ത് കണ്ണ് തുറന്ന് പിടിച്ചു. എന്നിട്ട് ഈ ബോക്സിൻ്റെ അടക്ക് തുറക്കുമ്പോൾ കണ്ണടച്ച് പിടിച്ചാൽ മതി. എടുത്തോ. ആദ്യം കണ്ടപ്പോ ചേട്ടി തമ്പുരാനെ ഇതൊക്കെ പേടി പോലുമില്ലതേ. അടിപൊളി. ഞാനത് പേടിച്ച് വരണ്ട് നാളെ ആകുമ്പോഴത്തേനും പനി പിടിച്ചത് ചീറ്റിപ്പോയ പ്രായക്കായി പോയി. നീ ആരെയും പേടിപ്പിക്കണ്ട. അയ്യോ ഏതായാലും പറ്റിച്ചില്ലേ, എന്നാ ശരിക്കുള്ളത് ഇനി തരാം. നോക്കിക്കോ, അല്ല അവിടെ ഇരുന്നെ നോക്കിക്കോ. കല്യാണത്തിന് പേടിയില്ല, കല്യാണിക്ക് പോലും പേടിയില്ല. ഞാൻ എങ്ങനെയാ ഒന്ന് തോണ്ടി അതിനെ അകത്താക്കിയെന്നറിയാവോ, എനിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ സിന്ധമ്മയുടെ കയ്യിൽ നിന്ന് ക്രിസ്മസ് കേക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പ്രാവശ്യം എത്ര കേക്ക് കിട്ടുന്നുണ്ടെന്ന് ഇവിടെ വന്ന് പറഞ്ഞോണം കേട്ടോ. ഇനി അടുത്തൊരു സമ്മാനം കൂടെ. ഇത് അമ്മു ചേച്ചി കുറച്ച് നാൾ മുമ്പ് ഇവിടെ വെച്ചിരുന്ന സമ്മാനം കേട്ടോ. അനുസരയ്ക്ക് കൊടുത്തേക്കണം എന്ന് പറഞ്ഞില്ല. അനുസരിച്ച് വരുമ്പോൾ കൊടുത്തേക്കാൻ പറഞ്ഞിട്ട് അമ്മു വെച്ചിരുന്ന സാധനമാണ്. കമ്മല് മാല എല്ലാം കൂടെ എന്നെ കാണില്ല. കമ്മല് മാല വള എല്ലാം കൂടെ സെറ്റായിട്ട് അമ്മു മേടിച്ചോണ്ട് വെച്ചിരുന്ന കേട്ടോ. ഇഷ്ടപ്പെട്ടോ? വെള്ള ഡ്രസ്സിന്റെ ഒക്കെ കൂടെ നല്ലല്ലേ, വെള്ള ടോപ്പിന്റെ ഒക്കെ കൂടെ ഒക്കെ. ഇത് കഴിച്ചേനോ? ഓ അപ്പൊ പ്രാങ്ക് ചീറ്റി പോയാലെന്നാ. എന്റെ പൊന്നെ, ഇത് നോക്കിക്കേ വല്ല പേടിയുണ്ടോന്ന്. ഞാൻ അതിനെ ഒരു വിധത്തിലാ തോണ്ടി ആ പെട്ടിക്കകത്ത് കയറ്റിയതൊക്കെ. നിനക്ക് പേടിയില്ലേടി? ഇല്ലേ? ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് അമ്മ ചേച്ചിയുടെ ഗിഫ്റ്റാ കേട്ടോ. അമ്മ ചേച്ചി കുറച്ച് നാൾ മുമ്പേ ഇവിടെ വെച്ച് ആൻസർ വരുമ്പോ കൊടുത്തേക്കാൻ പറഞ്ഞോണ്ട് വെച്ചോ. പിന്നെ നീ അതിന് പിന്നെ വന്നേ ഇല്ലല്ലോ. എന്റെ പൊന്നെ മതി. ഞാൻ ശരിക്കും പറഞ്ഞേ ഇവിടെ വേറണ്ട് പോവായിരിക്കും, പേടിച്ചു പോവായിരുന്നു. പക്ഷെ കണ്ണടച്ചിട്ട് പിറക്കാൻ പറഞ്ഞാൽ മതിയായിരുന്നു. മണ്ടത്തിന് പോയി അത് കൈയിടുമ്പോ എന്നാണേലും വരണ്ടേനെയായിരുന്നു അല്ലേടി. പക്ഷെ ആദ്യം ഞാൻ കണ്ടപ്പോ ഞെട്ടി. ആണോ?
ആ അത് വീഡിയോ നോക്കുമ്പോ അറിയാം, എക്സ്പ്രഷൻ നോക്കുമ്പോ അറിയാം. അതെ അതെ. അയ്യോ അതിനെ ഇഷ്ടപ്പെട്ട നമുക്ക്. എന്റെ അമ്മേ, എനിക്ക് റവറായിട്ട് പോലും കൂടെ എനിക്ക് ഭയങ്കര പേടി. എനിക്ക് ഇതാ കഴിക്കത്തൊന്നുമില്ലേ? കഴിച്ച് കമ്മലും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് നോക്കും. കമ്മലും മുട്ട വേണം. മുട്ട മുട്ട മറ്റേ പിരി. അത് ചെറുതാക്കിയാൽ മതി ഇച്ചിരി. അത് വെള്ളത്തിനനുസരിച്ച് ചെറുതാക്കാമല്ലോ. അതിനെ കൊണ്ടുവന്നേ കൊച്ചേ, കൊണ്ടുവന്നേ ഇറങ്ങി കൊണ്ടുവന്നേ. അതെന്നും ഭയങ്കരമായിട്ട് ഈ കൊച്ചു വന്നിട്ട് പുളക്കോന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് പേടിയാ, തല ഇടിച്ച് തന്നെ വീഴും. സിന്ധമ്മയ്ക്ക് സർപ്രൈസ് അവളും കൊണ്ടുവരുമെന്ന് കേട്ടോ. എൻ്റെ ദൈവമേ, സിന്ധമ്മയ്ക്കൊന്നും വേണ്ട മോനെ. ആ പോയിട്ട് വാ. സന്തോഷമായി കേട്ടോ, പിള്ളേരല്ലേ. എന്താണ് ചേട്ടായി വീണ്ടും ലൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ബൾബേട്ടായി. ആ അപ്പോൾ അതുകൂടെ നമുക്ക് നമ്മുടെ ക്രിസ്മസ് ട്രീയിലും പുൽക്കൂടയിലും ഒക്കെ കൊണ്ട് വെക്കാം. എടുത്തുകൊണ്ട് വാ. ഇതെന്നാന്ന് കണ്ടോ, ഇതേ ചിലന്തി മിറ്റത്ത് ഇത് കൂടിയൊക്കെ നോക്കിയേ. ഓ ഇത് എങ്ങനെ അത് നോക്ക് ഉണ്ടോ, സിറ്റൂട്ടി സ്റ്റാൻഡിന് അപ്പുറത്ത് എങ്ങനെയാണോ ആ മണ്ടേന്നെങ്ങാണ്ടൊക്കെ ഇതായ കേട്ടോ. നമ്മുടെ ഈ ചെടിയിലോട്ടൊക്കെ പോയേക്കാം. ആ ചൂലെടുത്തുകൊണ്ട് വരാം. ഇപ്പം വീണ്ടും രാത്രി വന്നിട്ട് പിന്നെയും 100-400 രൂപയുടെ ലൈറ്റ് മേടിപ്പിച്ച് ഓൺലൈൻ വഴി എങ്ങാണ്ട് ബുക്ക് ചെയ്തെങ്ങാണ്ടൊക്കെ കേട്ടോ. ഉണ്ടോ, അപ്പോൾ ഈ പച്ചച്ചെടിയിലൊക്കെ നമ്മുടെ ചെടിയിലൊക്കെ ഇച്ചിരി ബൾബ് കുറവായിരുന്നു. അപ്പം ക്രിസ്മസ് ട്രീയിലുമൊക്കെ അതും കൊണ്ട് പിടിപ്പിച്ച് സെറ്റാക്കി. ഒന്നും ഈ പ്രാവശ്യം ചേട്ടായി നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കും കേട്ടോ. കുറച്ച് ലൈറ്റൊക്കെ കൂടുതൽ വാങ്ങിച്ച് സെറ്റാക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ. ആ അപ്പോൾ എന്തായാലും അവിടെയൊക്കെ കൂടെ വന്ന് ഇപ്പോൾ പണി കഴിഞ്ഞ് കുളിച്ചു പോലുമില്ല. വന്നിട്ട് ഇതെല്ലാം സെറ്റാക്കിയിട്ട് ഇപ്പോൾ കുളിക്കാനായിട്ട് പോയി കേട്ടോ. ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ഈ ഭയങ്കര സന്തോഷമാകും ഇതൊക്കെ കാണുമ്പോൾ. എൻ്റെ ദൈവമേ, കേക്ക് പൊട്ടിക്കണ്ട, കേക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് പൊട്ടിച്ചാൽ മതി. അപ്പോൾ ഇനി പിന്നെ കല്യാണിക്ക് ഗിഫ്റ്റ് കൊടുത്തിരുന്നുള്ള സങ്കടം വേണ്ടിന. എൻ്റെ ദൈവമേ മതി. കല്യാണിക്കൊക്കെ പിന്നെ വല്ലപ്പോഴൊക്കെ എന്തെങ്കിലും ഒരു പെൻസിലോ വിലയൊക്കെ മേടിച്ചു കൊടുക്കും. ഓ എന്റെ ഒറ്റ പൊളി, സൂപ്പർ. ആ നല്ലതായിട്ടുണ്ട്. ഞങ്ങൾക്ക് 20-ാം തീയതി സ്കൂളിലെ ക്രിസ്മസ് സെലിബ്രേഷനാണ്. വൈറ്റ് ഡ്രസ്സും ഇത് വിടാല്ലേ. ഓ വൈറ്റാണോ? വൈറ്റും റെഡും ആയിരിക്കും. അപ്പൊ സമ്മാനം ഇഷ്ടപ്പെട്ടോ? ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷെ നിന്നെ എനിക്കൊന്നും വിരട്ടാൻ പറ്റില്ല, അതുകൊണ്ട് എനിക്കൊരു സങ്കടം. ഞാൻ വിചാരിച്ച നീ പേടിച്ച് പനി പിടിക്കും. ഒന്നാമത് നമുക്ക് ജലദോഷക്കോളാന്നൊക്കെ പറയുകയും ചെയ്തു. മിക്കവാറും പേടിച്ച് പനി പിടിക്കും. അവൾ പേടിച്ചില്ല, അവൾ കൂളായിട്ട് പാമ്പിനെ എടുത്ത് തൂക്കിയെടുത്തില്ലേ നീ അവളും. പിന്നെ എങ്ങനെയാ പേടിച്ചത്? ഇഷ്ടപ്പെട്ട അവിടെ സമ്മാനമൊക്കെ മാലയും കേക്കൊക്കെ ആണോ? ചെയ്യണോ? ആണോ? അവൾ ഉണ്ടായിരുന്നല്ലോ ഒന്ന് ചെയ്യും. ആണോ? ആ കൊച്ചു വലുതാട്ടോ, കൊച്ചു മോതിരം ഇടാറൊന്നും ആയില്ലല്ലോ. വലുതാട്ടെ, അന്നേരം അമ്മ ചേച്ചിയോട് പറയാടി, കൊച്ചു വലുതായിരിക്കും, കൊച്ചിന് മേടിച്ചു കൊടുക്കാൻ പറയാം. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒത്തിരി. അമ്മൂന്റെ ഗിഫ്റ്റ് അമ്മൂനോട് താങ്ക് യു പറഞ്ഞാൽ മതി. എത്ര നാളായി ഇവിടെ കൊണ്ടുവച്ചിട്ട് അറിയാം, എത്ര നാള്. അത് കഴിഞ്ഞ് പിന്നെ നീ വന്നേ ഇല്ല. പിന്നെ ഞാനെന്നാ അതിന് ഏതായാലും പിള്ളേർ വരെ ഞാൻ എടുത്തു കൊടുക്കണ്ടേ എൻ്റെ സ്വഭാവത്തിന്. അതെ, പക്ഷെ അതിന് പിന്നെ ആരും പിള്ളേരെ പറ്റി വന്നില്ല. അല്ല അതിന് ഇതുവരെ അമ്മ തന്നെ ഇതുവരെ കയറി വന്നില്ലായിരുന്നു. ഈ 2 പ്രാവശ്യം താഴെ വന്നു തോന്നുന്നു. ഞാനും ഈ പറഞ്ഞ നമുക്ക് കുടിക്കാൻ കയറിപ്പോഴാണ് ഒരു സമയം എല്ലാം അടിച്ചിട്ട് പോയില്ലേ. അത് കഴിഞ്ഞപ്പോൾ നീ പോവുകയും ചെയ്തു അന്നേരം തന്നെ. ഞാൻ കുളിച്ച് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴും നീ പോയില്ലേ. അപ്പോൾ പിന്നെ പോവാത്തില്ലോ അങ്ങനെ പറഞ്ഞു. അങ്ങനെ അപ്പം ക്രിസ്മസിൻ്റെ ജലമൊക്കെ കഴിഞ്ഞു. ആർക്കും ക്രിസ്മസ് ജലമൊന്നും ഇല്ല. പിന്നെ ഇവളെ ഒഴിവാക്കാൻ പറ്റുമോ? പിന്നെ അല്ല കല്യാണി, ഇവളെ ഒഴിവാക്കാൻ പറ്റുമോ അല്ലേ? നമ്മുടെ താരമല്ലേ അല്ലേ? ഇപ്പോൾ 6 മാസം കൂടി കണ്ടാ വന്നേ.
സിന്ധുമ്മ ചത്തോ ഉണ്ടോ അതുപോലെ അന്വേഷിക്കാൻ പോലും വരുന്നില്ല അല്ലേ? ഞാൻ ഇവിടെ വരുമ്പോ ഒക്കെ സിന്ധുമ്മ അടുത്ത് വരുന്നതാ. പക്ഷെ ഇപ്പഴ 5-6 മാസം അല്ലേ, കുറെ നാളായില്ലേ? അല്ല, എന്നാണ് വന്നപ്പോഴത്തേക്കും സിന്ധുമ്മ എവിടെയോ പോയി. പിന്നെ അതിന്റെ മുന്നേ വന്നപ്പം കണ്ട് കുളിക്കാൻ കയറി. അതെ. സിന്ധുമ്മയാണ് മൊത്തം ബിസി. അതെ, ഞാനും ഈ പറഞ്ഞ കണക്ക് പകുതി ദിവസം അവിടെ ഇവിടെ വരുമ്പോ ഞാൻ ചിലപ്പോ മിക്കവാറും കാണത്തില്ല. ഇന്നെന്തോ ഭാഗ്യത്തിനെ കണ്ടത്. അതെ 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 സത്യം. അല്ല, ഇന്നും കാണത്തില്ലായിരുന്നു. ഞാൻ ഇന്ന് രാവിലെ ഒരു വഴിയോടെ പോകാൻ തുടങ്ങിയ പിന്നെ എനിക്കിന്ന് നല്ല ശരീരമായിട്ടൊരു ക്ഷീണവും വയ്യായി, പിന്നെ മഴയും. അപ്പൊ മടിച്ചിരുന്നു. അങ്ങൂന്ന് ഞാൻ ഇലക്കടയിൽ നമ്മൾ വരുന്നേ, അങ്ങൂന്ന് വന്നത് നമ്മുടെ സ്കൂട്ടി അവിടെ കിടപ്പുണ്ടാവും. എല്ലാരും സ്കൂട്ടി നോക്കുന്നു. ഈയിടെ ഒരു ദിവസം ഞാൻ ചേട്ടായിട്ട് പറഞ്ഞില്ല മാതാവിന്റെ അടുത്തോട്ട് തിരികെത്തിക്കാൻ പോകാനല്ലേ നോക്കുന്നുണ്ട്, ഞാൻ മിണ്ടിയില്ലേ. സ്കൂട്ടി എടുത്തോണ്ട് ഞാൻ അങ്ങ് പോയി. ഇവിടെ വരെ പോകുന്നതിന് എന്നാ പറയണെന്ന് ഓർത്തുണ്ടോ. പരവേശം പിടിച്ച് ഫോൺ ഭയങ്കരമായിട്ട് കിടന്ന് അടിക്കുന്നു എൻ്റെ ഫോണ്. വണ്ടി കേൾക്കുന്നു. അപ്പം ഞാൻ വണ്ടി ഓടിക്കാൻ ഞാൻ ഫോൺ എടുത്തില്ല. അവിടെ ചെന്നിട്ട് തിരിച്ചു ഇവിടെ വന്നിട്ട് ഞാൻ ഫോൺ എടുത്തു നോക്കി. ഇപ്പം 4 മിസ് കോള് ചേട്ടാടെ. എവിടെ പോയാ വണ്ടി വിട്ടിട്ടുണ്ടില്ല. വണ്ടി കണ്ടില്ല. നീ എവിടെ പോയാ മിണ്ടാതെ എവിടെ പോയതാണ്. ഞാൻ പറഞ്ഞു മാതാവിൻ്റെ അടുത്ത് പോയതാണ്. മാതാവിൻ്റെ അടുത്ത് വരെ എവിടെ പോയാലും ഞാൻ എപ്പോഴും ക്യാമറ കൂടെ നോക്കുന്നുണ്ട്. പറഞ്ഞിട്ടുണ്ടോ അന്ന് പറഞ്ഞിട്ട് അവിടെ നോക്കിയത് വണ്ടി കിടപ്പുണ്ടോന്ന്. എല്ലാം കൊള്ളാം. ഊരിക്കിടക്കാൻ തോന്നുന്നു. 4 ഊരിക്കിടക്കാം. അപ്പൊ എന്നാണേലും ഇഷ്ടപ്പെട്ടു അല്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോക്ക് നമുക്കൊരു വൈൻഡപ്പ് കൂടെ കൊടുത്താലോ? അപ്പൊ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഇടിച്ചു പൊട്ടിക്കുക. അപ്പൊ പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.